SK അയോധ്യ രാമക്ഷേത്രം ഉണ്ടായി, ഹിന്ദുത്വ പ്രചരണം ഉണ്ടായി, എല്ലാം ഉണ്ടായിട്ട് BJPക്ക് അവിടെ 36 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേ ഉണ്ടാവുന്നില്ലെങ്കിൽ ഉറപ്പായും അത് BJP ആര് ജയിച്ചാലും തോറ്റാലും UP-യിൽ അത് BJPക്ക്, അമിത്ഷായ്ക്ക്, യോഗി ആദിത്യനാഥ് അങ്ങനെയാണെങ്കിൽ ആഷ്മി ഒരു കാര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതും, ആത്മീയതയുടെ വഴിക്ക് വോട്ടർമാരില്ലെന്ന്. വോട്ടർമാർ വരില്ല. ബിജെപിയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശം പ്രകടനമായിരിക്കും UP-യിൽ ഈ 36. സമീപകാലത്തൊന്നും 50-ൽ കുറഞ്ഞ ഒരു സീറ്റ് അവിടെ BJP ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ മോദി, യോഗി ഇപ്പോൾ 89 കുറഞ്ഞിരിക്കുന്നു. ഇനി ഇന്ത്യ മുന്നണി 232 സീറ്റുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത വരുന്നു. എന്തായാലും ആറ്റിങ്ങൽ V. മുരളീധരൻ 2994 വോട്ട്, അത്രേ ഉള്ളൂ. അതൊരു വലിയ പിന്നിലാണ്. V. മുരളീധരൻ പിന്നിലാണ്. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ ആറ്റിങ്ങൽ പിന്നിലാണ്. അവിടെ അടൂർ പ്രകാശാണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ 24,467 വോട്ടിന് സുധാകരൻ, KPCC അധ്യക്ഷൻ സുധാകരൻ മുന്നിലാണെന്ന് വാർത്ത വരുന്നു. LDF ഒരൊറ്റ സ്ഥലത്ത് ആലത്തൂരിൽ മാത്രം. ഇപ്പോൾ ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാടനും ഒക്കെ തന്നെ ഇപ്പോൾ വാർത്താ സംപ്രേഷണം, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് സംപ്രേഷണം കാണുന്നു. എനിക്ക് സംശയം അദ്ദേഹം 24 ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന് തല പൊങ്ങി. ഒന്ന് ചിരിച്ചേ, ഞാൻ നോക്കട്ടെ. ജോസ് കെ മാണി ഒന്ന് ചിരിക്കട്ടെ. അപ്പൊ തന്നെ ഫ്രീസ് ആയി പോയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ജോസ് കെ മാണി ചിരിച്ചത്, അത് നമ്മുടെ സുഹൃത്തല്ലേ. തെരഞ്ഞെടുപ്പ് വരുമ്പോ വി ആർ ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ. 290ലേക്ക് ഇന്ത്യ അവരുടെ ടാലി ഉയർത്തുന്നു, 232ലേക്ക് ഇന്ത്യ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറെ സമയമായിട്ട് ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരും അങ്ങോട്ട് കയറുന്നില്ല, ഇന്ത്യ താഴുന്നുമില്ല. അപ്പൊ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ UP-യിൽ, ബംഗാളിൽ, മഹാരാഷ്ട്രയിലൊക്കെ അതികനത്ത നേർക്കുനേർ പോരാട്ടം എന്ന് പറഞ്ഞാൽ തീപാറും പോരാട്ടം. UP-യിലൊക്കെ BJP പിന്നിൽ പോകുന്നു, സമാജ്വാദി പാർട്ടി മുന്നിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവിടെ കാറ്റുമാറി വീശി എന്ന് പറഞ്ഞാൽ അയോധ്യയുടെ രാമക്ഷേത്രത്തിന്റെ വർഷം, രാമക്ഷേത്രം രാംലല്ലയിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തിയാൽ അത് പൊളിച്ചു കളയും എന്ന് പറഞ്ഞ ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ അവിടെ UP-യിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കൃത്യമായ ദിശാസൂചികയാണ്. അത് ആ സൂചിക ഏതറ്റം വരെ പോകുന്നു എന്നുള്ള അല്പസമയം കഴിഞ്ഞ് അറിയാൻ പറ്റും. എന്തായാലും ഇലക്ഷൻ തുടങ്ങി 11:15 ആകുമ്പോൾ വരുന്ന ഈ 290, 232 എന്ന് പറയുന്ന ടാലി, അത് എക്സാക്ട് ടാലി തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരു സൂചനയാണ്. നരേന്ദ്രമോദി തരംഗമില്ല എന്നുള്ളൊരു സൂചനയാണ്. ഇന്ത്യ സഖ്യം കരുത്തുറ്റ പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സഖ്യമാണ് എന്നുള്ളതിന്റെ സൂചനയാണ്. ഒരുപക്ഷെ ഭരണം പിടിക്കാൻ പോലും പ്രാപ്തരാണ് ഇന്ത്യ സഖ്യം എന്നൊരു സൂചനയാണ്. തൃശ്ശൂരിലെ കണക്ക് വരുന്നുണ്ട്. 37,554 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ലീഡ് ഉയർത്തി. തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ എടുത്തു, ആ മട്ടിലാണ് കാര്യങ്ങൾ. സുരേഷ് ഗോപി, യു ആർ ക്രിയേറ്റിംഗ് ഹിസ്റ്ററി അല്ലേ? നിങ്ങൾ ചരിത്രം എഴുതുകയാണ്. ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ അക്കൗണ്ട് തുറക്കുകയാണ്. PC തോമസ് ജയിച്ചത് താമര ചിഹ്നത്തിലൊന്നും അല്ല. തിരുവനന്തപുരത്ത് താമരയുണ്ട്, അവിടെ ചെറുതായിട്ട് കാറ്റില്ല. ഇവിടെ താമര ഇങ്ങനെ വിരിഞ്ഞു വരികയാണ് മുഴുവൻ സൗന്ദര്യത്തോടും. താമര ഉണ്ടെന്ന് തോന്നൽ മാത്രമേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലം ആറ്റിങ്ങലാണ്. അവിടെ 827 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് ഇപ്പോൾ ഉള്ളൂ. എപ്പോ വേണേലും അറിയാം. അടൂർ പ്രകാശ് വളരെ നേരിയ ലീഡിൽ മാത്രമാണ് ആറ്റിങ്ങൽ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് 2ാം സ്ഥാനത്ത് ഡോക്ടർ ശശി തരൂർ, 3ാം സ്ഥാനത്ത് പന്നിയൻ രവീന്ദ്രനും ആണല്ലേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് NDA സ്ഥാനാർത്ഥി. കേരളത്തിൽ NDA ലീഡ് നില തുടരുകയാണ്. 2 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും NDA ലീഡ് ചെയ്യുന്നു. LDF ആലത്തൂർ എന്ന മണ്ഡലത്തിൽ K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ്, മന്ത്രി. അപ്പോ ഈ മന്ത്രിയെ കൊണ്ട് മാത്രം സർവോപരി എന്റെ ശിഷ്യനും അത് നമ്മൾ പതുക്കെ പറയുന്നുള്ളൂ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.